ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ക്ലാസ് 7 NCERT കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ചാപ്റ്റർ 1 ആയ ഹൂപ്സ് കോച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം അതിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ലിറ്ററേച്ചർ ഒരു ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. Our first chapter is Hopscotch. Hopscotch is the street game of your sport game is played on city streets rather than a prepared field or area. Okay. The one street game every child in India has played in Stapu, Ikatukat or Bandi, or as it commonly known, Kit is played all over India on the streets and playgrounds. അതായത് ഒരു സ്ട്രീറ്റ് ഗെയിം എല്ലാ ചിൽഡ്രൻസും കളിക്കുന്ന ഒരു ഗെയിമാണ് ഈ ഹോപ്സ്കോച്ച് എന്ന് പറയുന്നത്. ഒരു സ്ട്രീറ്റ് ഗെയിമാണ് ഇന്ത്യയിലുള്ളത്. അവർ കുറേ പേരുകളുണ്ട്. ഇക്കാത്ത്, ദുക്കാത്ത്, സ്റ്റാപ്പു ഓർ പാണ്ടി ഇസ് കോമൺലി നോൺ. അത് ശരിക്കും ഓവറിൽ ഇന്ത്യയിൽ പറയുന്ന പേരാണ് കിത്ത്. അങ്ങനെയാണ് കിത്ത് എന്നാണ് ഇവിടെ ഓവറിൽ ഇന്ത്യയിൽ പറയുന്നത്. ഓൺ ദ സ്ട്രീറ്റ്സ് ആൻഡ് ഇൻ പ്ലേയിങ് ഗ്രൗണ്ട്സ് ഇറ്റ് ഈസ് നോൺ ആസ് കുന്തേബില്ലി ഇൻ കർണാടക. കുന്തേബില്ലി എന്നാണ് കർണാടകയിൽ പറയുന്നത്. പാണ്ടി തമിഴ്നാടുവിലും, തുക്കുടുബില്ല ഇൻ ആന്ധ്രാപ്രദേശ്, അത് ആന്ധ്രാപ്രദേശും, കാനെ ഇൻ കാശ്മീർ, കാന എന്ന് പറയുന്നത് കാശ്മീരിലുമാണ്. ദ ഗെയിം കോൾഡ് ഹോപ്സ്കോച്ച് ഇൻ ഇംഗ്ലീഷ്, അതായത് ഈ ഒരു ഗെയിമിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഹോപ്സ്കോച്ച് എന്നാണ്. ഈസ് എ പാർട്ട് ഓഫ് അവർ ചൈൽഡ്ഹുഡിൻ്റെ ഒരു പാർട്ടാണ് അല്ലേ. ഇറ്റ് ഈസ് എ ഗുഡ് ഗെയിം ഫോർ ചിൽഡ്രൻ ബിക്കോസ് ഇറ്റ് നീഡ്സ് വെരി ലിറ്റിൽ സ്പേസ് ടു പ്ലേ ആൻഡ് ക്യാൻ ബി പ്ലേഡ് ബോത്ത് ഔട്ട്ഡോഴ്സ് ആൻഡ് ഇൻഡോഴ്സ്. അതായത് ഇത് വളരെയധികം നല്ലൊരു ഗെയിമാണ്, കാരണം ചിൽഡ്രൻസിനൊക്കെ വളരെയധികം ഗുഡായിട്ടുള്ള ഒരു ഗെയിമാണ്. ഇറ്റ് നീഡ്സ് വെരി ലിറ്റിൽ സ്പേസ് ടു പ്ലേ. നമുക്കിപ്പോൾ എവിടെ പോയാലും ആ ഒരു ഗെയിം കളിക്കാൻ കഴിയും. അത്രയും ചെറിയൊരു സ്പേസേ വേണ്ട ഈ ഒരു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട്. ഈ ഗെയിമിലുള്ളത് ഔട്ട്ഡോഴ്സും ഇൻഡോഴ്സിനെയാണ്. ഈ ചോക്ക് ഈസ് യൂസ് ടു ഡ്രോ എ കോഴ്സ് ഓഫ് 8 നമ്പേർഡ് സ്ക്വയേഴ്സ് ഓൺ ദ ഗ്രൗണ്ട് ലൈക്ക് ദിസ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ സ്ക്വയർ കാണാം, ഇവിടെ യെല്ലോ ഇതിൽ വരച്ചിട്ട് കാണാം. ഇതുപോലെ ഗ്രൗണ്ടിൽ വരയ്ക്കുകയാണ് ചെയ്യുക ചോക്കിനെ കൊണ്ട്. To play the game, a player needs a marker such as a flat stone, tile or shell. The player stands behind the starting line and tosses the marker into the first square. Marker toss ചെയ്യും ഫസ്റ്റ് സ്ക്വയറിലേക്ക്. Then she hops over the first square. എന്നിട്ട് ആ ഒരു ഫസ്റ്റ് സ്ക്വയറിന് ഹോപ്പ് ചെയ്യും. The second one and continues hopping into the 8th square. The 8th square, then she hops over the first square to second one and continues hopping to the 8th square. അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് 8th square വരെ ഹോപ്പ് ചെയ്യും. ആൻഡ് ദ 8th square the player return, അത് ആദ്യം ടേൺ ചെയ്യും. around hops through the squares to more to the second square. Here she pauses and picks up the marker from the first square, hops over the first square and step out. Then she tosses the marker into the second square. The game continues like this. അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും until all 8 squares have been played and player completes. അങ്ങനെയാണ് ലാപ്പ് സക്സസ്ഫുൾ ആകുക. All hopping is done on one foot unless there are 2 lateral squares where the player has to land on. അവിടെയാണ് പ്ലെയർ ലാൻഡ് ചെയ്യേണ്ടത്. മനസ്സിലായോ? both feet, 2 ഫീറ്റും കൊണ്ട്. with 1 foot on each square. Hopscotch is a simple yet a skilled game. It requires physically agility and nimbleness. ഹോപ്സ്കോച്ച് വളരെയധികം നല്ലൊരു ഗെയിമാണ്. അത് നമുക്ക് ഫിസിക്കലായിട്ടും നിംബ്ലനൈസും എഗിലിറ്റിയൊക്കെ കിട്ടും. വളരെയധികം ടെസ്റ്റ് പ്ലെയറൊക്കെ ബാലൻസുമാണ് ആൻഡ് പ്രസിഷൻ, വളരെയധികം പ്രസിഷൻ ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ഈ പ്ലെയർ ഈസ് കൺസിഡേർഡ് ഔട്ട് ഇഫ് ദ മാർക്കർ ഡസ് നോട്ട് ലാൻഡ് ഇൻ ദ റൈറ്റ് സ്ക്വയറിൽ തന്നെ മാർക്കർ ലാൻഡ് ചെയ്യണം. ഓക്കെ. the player loses the balance and touches the line accidentally. അങ്ങനെയാണ്
ലൈനിലൊക്കെ ടച്ച് ചെയ്യാതെ ആക്സിഡൻ്റലായിട്ട് നിൽക്കേണ്ടത്. ദർ ആർ സെവറൽ അതർ റൂൾസ് ആൻഡ് വേരിയേഷൻസ്. വേറെ കുറച്ച് റൂൾസും വേരിയേഷൻസൊക്കെ ആ ഒരു ഗെയിമിലുണ്ട്. വിച്ച് ആഡ് ടു ഫൺ ആൻഡ് ഡിഫിക്കൽട്ടി ലെവൽ. അതായത് ഒരു ഫണ്ണായിട്ടും ലെവലായിരിക്കാൻ ഡിഫിക്കൽട്ടായിട്ടുള്ള ലെവലായിട്ടാണ് ഉണ്ടാവുക. മെനി ഫോംസ് ഓഫ് ഹോപ്പ് സ്കോച്ച് ആർ പ്ലേഡ് അക്രോസ് ദ ഗ്ലോബ്. സ്റ്റാപ്പൂസ് നെയിം ഇൻ പേർഷ്യൻ. സ്റ്റാപ്പു എന്ന് പറയുന്നത് പേർഷ്യൻ ഈസ് ലേലയിലാണ്. ഫ്രഞ്ച് വേരിയൻ ഈസ് നോൺ ആസ് ഇസ്കാത്ത് സ്നെയിൽ ഓർ റോണ്ടെ റൗണ്ട് ഹോപ്പ് സ്കോച്ച്. ഇൻ ജർമ്മനി, ഓസ്ട്രിയ ആൻഡ് സ്വിറ്റ്സർലൻഡ് ഈസ് കോൾഡ് ഹിമ്മൽ ആൻഡ് ഹോളി. ഹെവൻ ആൻഡ് ഹെൽ. ദ ഫസ്റ്റ് സ്ക്വയർ ഈസ് കോൾഡ് എർത്ത്. എർത്ത് എന്ന് പറഞ്ഞെങ്കിൽ എർത്താണ്. while the second last square is holy hell and the last one is himmel heaven. The number hopscotch game is fun, variations and old favorite ആയിട്ടും വളരെയധികം ഫണ്ണായിട്ടുള്ളൊരു ഗെയിമാണ്. യു ഡു നോട്ട് നീഡ് ടു എ ടോസ് ഓർ ഗെയിം or use a marker for the version of hopscotch. Just keep hopping on one foot and try not to. അപ്പോൾ ഇതിവിടെ ട്രൈ ചെയ്യാനാണ് പറയുമ്പോൾ തിങ്ക് ഇറ്റ് ഈസ് ഈസി. വളരെയധികം ഈസി ആയിട്ടുള്ളൊരു ഗെയിമാണ്. ഈ ഒരു ഗെയിമിൽ ജസ്റ്റ് ഹോപ്പിംഗ് ചെയ്താൽ മതി. ഓൺ വൺ ഫുട്ടിൽ നമ്മൾ ഹോപ്പ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ട്രൈ നോട്ട് ടു സ്റ്റോപ്പ്. നമ്മൾ റോങ് സ്ക്വയറിൽ സ്റ്റെപ്പ് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക. അത് തന്നെയാണ് ഈ ഒരു ഗെയിം മെയിൻ പറയുന്ന ഒരു റൂൾസ്. അപ്പോൾ തിങ്ക് ഇറ്റ് ഈസ് ഈസി. വളരെയധികം എളുപ്പമുള്ളൊരു ഗെയിം. ഗിവ് ഇറ്റ് എ ട്രൈ. വിത്ത് മനസ്സിൽ നിൽക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.